പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2025 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സപ്ലൈകോയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ചോദ്യ പേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എക്സാം നടന്ന തീയതി 9/8/2025 9/8/2025. ഒന്നാമത്തെ ചോദ്യം: രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം. ഇത് PSC ഒഴിവാക്കിയ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഒഴിവാക്കിയതാണ്. രണ്ടാമത്തെ ചോദ്യം: ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ആസ്റ്റക് സംസ്കാരം. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പോർച്ചുഗീസുകാർ മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. കാർട്ടസ് എന്ന് പറയുന്ന ഒരു നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് അറിയാം അല്ലെ. കാർട്ടസ്. പിന്നെ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ 1663 കൊച്ചി പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധം ഇല്ലാത്ത കാര്യമാണ്? പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് A വിഭാഗത്തിന് അനുയോജ്യമായവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. അതായത് എന്താണിത്? ചേരുംപടി ചേർക്കുകയാണ്. ഓക്കെ അല്ലേ? ഒന്ന്, JM ചാറ്റർജി എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭാരത് മാതാ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് JM ചാറ്റർജി. രണ്ട്, ബരീന്ദ്രനാഥ് ഘോഷ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബരീന്ദ്രനാഥ് ഘോഷ്, അനുശീലൻ സമിതി. അടുത്തതാരാ? ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചന്ദ്രശേഖർ ആസാദ്. ഓക്കെ അല്ലെ? അവസാനം ആരാണ്? VD സവർക്കർ ആണ്. VD സവർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ് ഭാരതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ A3 വരണം അല്ലെ? A3 വരുന്നു അല്ലെ? B ഏതാണ്? B 4 വരണം. C എന്ന് പറയുന്നത് 2 വരണം. D എന്ന് പറയുന്നത് 1 വരണം. അപ്പൊ ഏത് ഓപ്ഷനാണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ D ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? അഞ്ചാമത്തെ ചോദ്യം: 1857 കലാപത്തിൽ ആറയിൽ, എവിടെയാണ്? ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? കുൻവർ സിംഗ്. ഏതാണ്? കുൻവർ സിംഗ് എന്നാണ് നൽകിയിരിക്കുന്നത്. 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയത് കുൻവർ സിംഗ്. ഓക്കെ. ആറാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ചിട്ട് ക്രമപ്പെടുത്തി എഴുതുക. കാലഗണന എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ കുറിച്യർ ലഹള, സന്യാസി കലാപം, സിന്താൾ കലാപം, പഴശ്ശി കലാപം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാലഗണന പ്രകാരം ആദ്യമേ സന്യാസി കലാപം വരുന്നു, അതിനുശേഷം പഴശ്ശി കലാപമാണ് വരുന്നത്, അതിനുശേഷമാണ് കുറിച്യർ ലഹള വരുന്നത് 1812. പിന്നെ സിന്താൾ കലാപം വരുന്നു ഏറ്റവും അവസാനം. നാലാമത് വരുന്ന ആരാണ്? സിന്താൾ കലാപമാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? BDAC വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. BDAC ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം: നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായത് മാത്രം കണ്ടെത്തിയാൽ മതി. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികളാകുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ശരി ഉത്തരം. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? A ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം: സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, നമുക്ക് സിന്ധു നദിയുടെ കാര്യം പറയുമ്പോൾ ഏതാണ്? രവി, ബിയാസ്, സത്ലജ് എന്നൊക്കെ നമ്മൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ ചോദ്യത്തിൽ ഉത്തരങ്ങൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ചോദ്യം ഒഴിവാക്കുകയാണ് PSC ചെയ്തത്. 9,
അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ്? അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. ഓരോ 175 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. ഓരോ 175 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കൂടുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കൂടുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 10. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശമാണ് നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. 11. ധുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ധുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? നർമ്മദയിലാണ് കാണപ്പെടുന്നത് ധുന്ദർ വെള്ളച്ചാട്ടം. 12. ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി. എന്താണ് ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി എന്ന് പറയുന്നത് ഏതാണ്? സെറ്റ്സെ ഫ്ലൈ ആണ്. ഏതാണ്? സെറ്റ്സെ ഫ്ലൈ ആണ് ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി. ഏതാണ്? സെറ്റ്സെ ഫ്ലൈ. 13. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കാപ്പി. ഏതാണ്? കാപ്പി. അറബിക്ക എന്ന് പറയുന്നത് എന്താണ്? കാപ്പിയാണ്. 14. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പെട്രോളിയം. ഏതാണ്? പെട്രോളിയമാണ്. 15. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി. എന്താണ്? ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് ആണ്. ഏതാണ്? ദാവോസ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി. ദാവോസ്. 16. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നുള്ളത് 16ാമത്തെ ചോദ്യമായിരുന്നു. PSC 16ാമത്തെ ചോദ്യം എന്താക്കി? ഒഴിവാക്കിയാണ് ആൻസർ കീ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 17ാമത്തെ ചോദ്യം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി. 18. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാമാണ്? എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതൊക്കെയാണ്? ഉത്തരം സാരഥി പ്രവാഹ് എന്നിവയാണ് ഈ പദ്ധതികൾ. 19. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഡ്രാഗൺ എന്നാണ് പേര്. 20. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? KA മുഹമ്മദ് ആണ്. KA മുഹമ്മദ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇവ കടമെടുത്തിരിക്കുന്നത്. 22ാമത്തെ ചോദ്യം. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? എത്ര വർഷമാണ്? 7 വർഷം. എത്രയാണ്? 7 വർഷം. 23ാമത്തെ ചോദ്യം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്. 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി.
24ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഫിഷറീസ് തന്നിരിക്കുന്നു, തെറ്റ്. വില നിയന്ത്രണം തന്നിരിക്കുന്നു, കാർഷിക വരുമാന നികുതി തന്നിരിക്കുന്നു, ലോട്ടറി തന്നിരിക്കുന്നു. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് ലോട്ടറിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, ലോട്ടറി. 25, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസാമാണ്. ഏതാണ്? ആസാം. 26, ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രമത്തിൽ എഴുതുക അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളത് 1ാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നു. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളത് മനുഷ്യാവകാശ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അപ്പൊ 2 ഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് എന്താണ്? നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൗമദിന പ്രമേയം 2025 ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. 4, തനിക്കും സമൂഹത്തിന് വേണ്ടിയുള്ള യോഗ എന്ന് പറയുന്നത് ഏത് ദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യോഗ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യോഗ ദിനമായിട്ടുള്ളതാണ് അല്ലെ? തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ ദിനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 27, എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയ പദ്ധതി. ഓപ്ഷൻസ് ഇല്ലാത്തതിനാൽ ചോദ്യം എന്താക്കി? ഒഴിവാക്കിയ ചോദ്യമാണ്. 28ാമത്തെ ചോദ്യം, ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന എന്താണ്? ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ഉത്തരം ജനങ്ങളുടെ കോടതി. ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ കോടതി. 29ാമത്തെ ചോദ്യം, ഗ്രാമങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നതാരാണ്? ഗ്രാമങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അനുമതി നൽകുന്നത്. 30, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, വയനാട്. കേരളത്തിലെ ജില്ലകൾ, ആദ്യത്തെ ജില്ലകളാണ് പാലക്കാടും വയനാടും. 31, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദൻ. ഓക്കെ അല്ലേ? 32, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നിലവിൽ? ഷാജഹാൻ ആണ്. ആരാണ്? ഷാജഹാൻ. 33, എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ്? ആനയറ. എവിടെയാണ്? ആനയറ. ഓക്കെ അല്ലേ? 34, കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനം, മെഡിക്കൽ കോളേജുകൾ. 35ാമത്തെ ചോദ്യം, ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഏത്? ഷഡ്പദങ്ങൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. 36, കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ക്യാൻസർ ബോധവൽക്കരണമാണ് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ ബോധവൽക്കരണം. 37ാമത്തെ ചോദ്യം, പെല്ലാഗ്ര എന്ന ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര എന്ന് പറയുന്നത് വിറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര, വിറ്റമിൻ B3. 38, കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏതാണ്? കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഏതാണ്? മൈറ്റോകോൺട്രിയ. 39, എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്?
എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ്, എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് സിഗരറ്റ് സ്മോക്കിംഗ്. 40 എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്? എ ബി നെഗറ്റീവ് ആണ്. എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എന്താണ് നൽകാവുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? എ നെഗറ്റീവ് നൽകാം, ബി നെഗറ്റീവ് നൽകാം, എ ബി നെഗറ്റീവ് നൽകാം, ഒ നെഗറ്റീവ് നൽകാം. എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ് എന്നിവ രക്തഗ്രൂപ്പുകളായിട്ട് നൽകാവുന്നതാണ്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. നോക്കാം. മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന വിരകൾ. ശരിയാണ്. ഓക്കെ അല്ലെ? മന്ദരോഗം പരത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ അല്ലെങ്കിൽ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണ്. ജനിതക വൈകല്യങ്ങളാണ് മന്ദരോഗത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആയതിനാൽ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത് കൊണ്ട് ഏത് ഓപ്ഷനാണ് നമ്മുടെ ശരി? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 42 പരിണത ബലം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് പൂജ്യമായ ഗ്രാഫ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ടുള്ള ഗ്രാഫാണ് അല്ലെ? അപ്പോൾ ഏത് ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 43ാമത്തെ ചോദ്യം, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗം ഏതാണ്? മീഡിയം ആവശ്യമായിട്ടുള്ള തരംഗം ഏത് തരംഗമാണ്? ശബ്ദ തരംഗമാണ്. ഏത് തരംഗമാണ്? ശബ്ദ തരംഗമാണ്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗം ശബ്ദ തരംഗം. 44 ഘർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ് ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എന്ന് പറയുന്നത്? നമ്മളത് ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലെ? അതായത് ഇവിടെ മാസ് ഉണ്ട്, 2 രീതിയിൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് നാം F = ma എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ 2 ഫോഴ്സുകൾ കണ്ടുപിടിച്ചിട്ട് ഫോഴ്സിനകത്തുനിന്ന് മാസും ഫോഴ്സും ഉപയോഗിച്ചിട്ട് ഏത് കണ്ടുപിടിക്കുന്നത്? ആക്സലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലെ? 45 സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1. ഓക്കെ. 46 അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് ഏതാണ്? അതൊരു മാൽവെയർ ആണ്. എന്താണ്? മാൽവെയർ. സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു മാൽവെയർ ആണ്. ഓക്കെ. 47 ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ എന്താണ്? M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഓക്കെ. 48 ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസം ഇല്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അത് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 atm ആണ്. 5 atm എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അല്ലെ? മർദ്ദം. 49 മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിര് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനം. 50 കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? എന്താണ്? കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഏത്? ഇൽമനൈറ്റ്. ഏതാണ്? ഇൽമനൈറ്റ്. 51 താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകം ഉണ്ടാക്കുന്നത്? കാൽസ്യം കാർബൈഡ്. CaCl2 കാൽസ്യം കാർബൈഡ് ആണ്. 52 കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? എന്താണ്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. ഓക്കെ. 53 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41
F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? നവദീപ് സിംഗ് ആണ്. ആരാണ്? നവദീപ് സിംഗ്. 54 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്തെഴുതുക. ശരിയായ ജോഡി തെരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. SK പൊറ്റക്കാടിന് 1982 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. ONV കുറുപ്പിന് 2009 2007 ലഭിച്ചത്. MD വാസുദേവൻ നായർക്ക് 1998 ലഭിച്ചത്, 1995 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984 എന്ന് തന്നിരിക്കുന്നു. ശരിയായിട്ട് ഉള്ള ഉത്തരമാണ്. അപ്പോൾ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 55ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തെരഞ്ഞെടുത്ത് എഴുതുക. ശരിയല്ലാത്തതാണ് കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ശരിയാണ്. ഓക്കെ അല്ലേ? പിന്നെ വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അയ്യങ്കാളി സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്തവ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാ സംഘവും അയ്യങ്കാളി സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നതുമാണ് എന്ത് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് നമ്മുടെ തെറ്റ്? ഓപ്ഷൻ 2ഉം 4ഉം എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കറുപ്പിക്കേണ്ടത്. ശരിയായിട്ട് കറുപ്പിക്കേണ്ടത്. 56 ആദ്യത്തെ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇല്ലിക്കുന്ന്. 57 പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? 1 സോഫിയ ഖുറേഷിയും 2 വ്യോമിക സിംഗുമായിരുന്നു. ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തിനോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട 2 പേർ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. 1ഉം 3ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 58 2025 കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി. ഓക്കെ. ഈ 59 ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? ഇ ഗവേണൻസ് എന്നാൽ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ. 60 താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് തരുന്ന ആരാണ്? പ്രിന്റർ ആണല്ലോ. പ്രിന്റർ ആണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. 61 താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാൻഡ് നിർവചനം? ലാൻഡ് എന്ന് പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ നിർവചനം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 62 കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. ഓക്കെ. 2024 ഭൗതിക ശാസ്ത്ര നോബൽ ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. 63 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? വില്ലോയാണ്. ഏതാണ്? വില്ലോ. 64 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? പുതുതായി രൂപം കൊണ്ട സ്ഥാപനം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് പുതിയതായിട്ട് രൂപീകരിച്ചത്. 65 പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 22. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. 66ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? ആദ്യമായിട്ട് പാസ്സാക്കുന്നത്? സ്വീഡനാണ് വിവരാവകാശ നിയമം
ആദ്യമായി പാസാക്കിയത് സ്വീഡനാണ്. 67 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെ കുറിച്ചുള്ള ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3 വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയുന്നത്. 68 2025 കബഡി ലോകകപ്പിന്റെ വേദി 2025 കബഡി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് 2025 കബഡി ലോകകപ്പ് നടക്കുന്നത്. 69 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 70 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഈ ചോദ്യം PSC ഒഴിവാക്കിയ ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 70 ചോദ്യങ്ങളായി. ഈ 70 ചോദ്യങ്ങളായിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റേജ് 2 ചോദിച്ച GK ചോദ്യങ്ങൾ. ഇനി നമുക്ക് മലയാളം ചോദ്യങ്ങളിലേക്ക് കടക്കാം. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ്, അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം. ശിരസിന്റെ അർത്ഥം തല എന്നുള്ളതാണ്. ഇത് തെറ്റാണ്. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. തെറ്റാണ്. പിന്നെ എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട എന്നുള്ളത് തന്നിരിക്കുന്നു. വ്യവസ്ഥ ശരിയാണ്. നേതാവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 92 അല്ലെങ്കിൽ രണ്ടാമത്തെ മലയാളം ചോദ്യം, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? വചനപ്രത്യയം ഇല്ലാത്ത വരി എന്ന് പറയുന്നത് കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ഡി. 93 ശരിയായ പര്യായപദം ഏത്? ശരിയായ പര്യായപദം ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. ജ്യേഷ്ഠൻ കനിഷ്ഠൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. അമ്മ ജനിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. അമ്പ് എന്ന് പറയുന്ന ചാപം എന്ന് നൽകിയതിന് തെറ്റ്. അച്ഛൻ ജനയിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി. ഓപ്ഷൻ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 94 കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? പ്രേഷകൻ. എന്താണ്? പ്രേഷകൻ. എന്താണ്? കേരള സർക്കാരിന്റെ കത്തുകളിലെ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഇനി ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? പ്രേഷകൻ. 95 അല്ലെങ്കിൽ അഞ്ചാമത്തെ മലയാളം ചോദ്യം, പിരിച്ചെഴുതിയതിൽ ശരിയേത് എന്നുള്ളത് കണ്ടെത്തുക. കേട് പ്ലസ് തൂ എന്ന് പറയുന്ന കേട്ടു അല്ല. തെറ്റ്. കല്ല് പ്ലസ് മതം കന്മതം എന്ന് തന്നിരിക്കുന്നു. തെറ്റ്. ധനം പ്ലസ് ധനത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. കൺ പ്ലസ് നീർ കണ്ണീർ എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി. ഉത്തരം ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 96 ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അബദ്ധം സുബദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി. ശരിയായതാണ്. ശരി. ദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. ബാഹ്യം അന്തരം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. ഖണ്ഡനം മണ്ഡനം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി. ഉത്തരങ്ങൾ 1ഉം 4ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 97 താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ അവധിക്കാലം ശരിയാണല്ലോ. വിദ്യാർത്ഥികൾ അവധിക്കാലം എന്നുള്ളത് ശരിയാണ്. ചിലവഴിക്കുന്നതിനെ കുറിച്ച് എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അധ്യാപകരും രക്ഷിതാക്കളോടും എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ആലോചിക്കേണ്ടതാണ് അതെന്താണ്? ശരിയാണ്. അപ്പോൾ എന്താണ്? തെറ്റുള്ളതാണ് അല്ലെ? തെറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 2ഉം 3ഉമാണ് നമ്മുടെ തെറ്റായിട്ട് ഉള്ളത്. 2ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം. 98 താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം നമുക്ക് നോക്കാം. ഐക്യമത്യം മഹാബലം സമാനാർത്ഥം വരാത്തതാണ്. ഐക്യമത്യം മഹാബലം ശരി. നാരുകൾ ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ എന്ന് പറയുന്നു. ശരി. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും എന്ന് പറയുന്നത് എന്താണ്? അർത്ഥം വരുന്നില്ല. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറയുന്നു. എന്താണ്? ഒരു പ്രയോഗം. ഇതില് എന്താണ് സമാനാർത്ഥം വരാത്തത് ഏതാണ്? ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും എന്നുള്ളതാണ് സമാന പദമായിട്ട് അർത്ഥമായിട്ട് വരാത്തത്. 99
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? എന്താണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? നമുക്ക് നോക്കാം. അമ്മയുടെ അനുജൻ എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ്, അച്ഛന്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ്, മകളുടെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ്, സഹോദരിയുടെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നു ശരി. അപ്പം എന്താണ് ശരി? ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകനെ നമ്മൾ പറയുന്ന പേരാണ് ഭാഗിനേയൻ. ഓക്കെ. 100. വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏത്? വ്യത്യസ്തമായ സമാസമുള്ള പദം ഏതെന്ന് പറഞ്ഞാൽ മരപ്പൊടി, സുമുഖി, പീതാംബരൻ, നാൻമുഖൻ. ഇതിൽ വ്യത്യസ്തമായ സമാസമുള്ള പദം എന്ന് പറയുന്നത് ഏതാണ്? മരപ്പൊടിയാണ് ശരിയായ പദമായിട്ട് വരുന്നത്. വ്യത്യസ്തമായ സമാസമുള്ള പദം ഏതാണ്? മരപ്പൊടിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ആയിരുന്നു 2025 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റേജ് 2 GK ചോദ്യങ്ങളും മലയാളം ചോദ്യങ്ങളും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് പുതിയ ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.